അങ്ങ് 21 ദിവസം ചികിത്സയും കഴിഞ്ഞ് പോയിട്ട് അദ്ദേഹം ഗുരുവായൂരാണ് ആദ്യം കച്ചേരി നടത്തിയത്. അതോടുകൂടി ആ ശബ്ദത്തിന്റെ മലിനീകരണം അവസാനിച്ചു. സംഗീതത്തിന്റെ ഉന്നതയിൽ നിന്നിരുന്ന ആളായിരുന്നു ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ. അദ്ദേഹം എന്തിനായിരുന്നു ചികിത്സയ്ക്ക് വന്നിരുന്നത്? അതേപോലെ അദ്ദേഹം ഇവിടെ സർവ്വരോഗശമന പൂജയും ചെയ്തിരുന്നു, അതും വഴിപാട് നടന്നിരുന്നു. അത് എന്തിനായിരുന്നു? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് സംഗീത കച്ചേരി നടക്കുമ്പോൾ ശബ്ദത്തിന് ഉച്ചസ്ഥായിയിൽ സ്വരഭ്രംശം വരുന്നു. അങ്ങനെയാണ് ലാമന്തോൾ കാണാൻ വരികയും കണ്ടിട്ട് അദ്ദേഹം ധാര പറയുകയും ചെയ്തു. ധാരയാണ് ചികിത്സ ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ധന്വന്തരി ക്ഷേത്രത്തിൽ ഒരു സർവ്വരോഗശമന പൂജ, രണ്ടും കൂട്ടിപ്പിടിച്ചാൽ വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നിയത് കൊണ്ടും സർവ്വരോഗശമന പൂജ ധന്വന്തരിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടും ഈ സംഗീത വിദ്വാന്റെ ശബ്ദത്തിന്റെ മലിനീകരണത്തിന് അത് ഉത്തമ ഉദാഹരണമായി ധാരയും ബാക്കി മരുന്നുകളുടെ സേവനവും കൊണ്ട് അദ്ദേഹത്തിന് പഴയ പോലെ പാടാനുള്ള ത്രാണി ഉണ്ടായി. ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞു 14 ദിവസമാണ് ഉണ്ടായത്. പക്ഷെ അത് അദ്ദേഹം തന്നെ 21 ദിവസമാക്കി മാറ്റി പോരാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അങ്ങ് 21 ദിവസം ചികിത്സയും കഴിഞ്ഞ് പോയിട്ട് അദ്ദേഹം ഗുരുവായൂരാണ് ആദ്യം കച്ചേരി നടത്തിയത്. അതോടുകൂടി ആ ശബ്ദത്തിന്റെ മലിനീകരണം അവസാനിച്ചു.